സോ ഗൈസ്, അപ്പോൾ ഇന്ന് ക്വിക്കായിട്ടുള്ള കുറച്ച് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സുകളും മാറ്റങ്ങളും വരാൻ പോകുന്ന ഒരു ട്രെൻഡ് ഞാൻ മുന്നേ തന്നെ നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തിച്ചേരാനായിട്ടൊരു വീഡിയോ. സോ നമ്മളെല്ലാം അവെയർ ആയിരിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് മേടിക്കുന്ന ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. സോ നമുക്കറിയാം റീസെൻറ്റ് ചേഞ്ചസ് ഒക്കെ ഈ അടുത്ത കാലത്തൊക്കെ വന്നിരിക്കുന്നതൊക്കെ നമ്മൾ ഏത് തരത്തിൽ നമ്മളുടെ ഉറക്കം കെടുത്തുന്ന ഇമിഗ്രേഷൻ ചേഞ്ചസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് ILRൻ്റെ കേസിൽ, ഇപ്പം ILRൻ്റെ കേസിൽ ഒരു പച്ച വെളിച്ചം ഇല്ലെങ്കിൽ ഒരു 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 കച്ചിത്തുരുമ്പ് കാണുന്നതാണ് നമ്മുടെ ആൻറ്റി ബേർണൻ. അതായത് ക്രിസ്റ്റാമർ രാജിവെച്ചപ്പോൾ സ്റ്റാമറിൻ്റെ അവസാന കാലഘട്ടം നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു സ്റ്റാമർ. അതുപോലെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ പുള്ളിക്ക് ഒരു ബിഗ് സല്യൂട്ടാണ് നമുക്ക് ആദ്യം കൊടുക്കുന്നത്. കാരണം വെച്ചാൽ വർക്കേഴ്സിൻ്റെ അവർക്ക് ഈ പറഞ്ഞ ILR 15 വർഷം ആക്കുന്നതിനെതിരെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ നമ്മുടെ ഷബാന മഹമ്മൂദുമായിട്ട് കട്ട അടിയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. നല്ല കാര്യം എന്നല്ല, ഒരാളെങ്കിലും ഇല്ലെങ്കിൽ നമ്മളിവിടെ ഈ വർക്കേഴ്സിൻ്റെ ഇല്ലെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ അവരുടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളതിൽ നമുക്ക് പുള്ളിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കാം. അതൊക്കെ പിന്നെ ഇപ്പോൾ വരുന്ന ആൻറ്റി ബേർണൻ്റെ വരവ് കണ്ടിട്ട് ഏകദേശം കൊണ്ട് ഒരു മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ILRൻ്റെ കേസിൽ ഈ പറഞ്ഞ 10 to 15 ഇയേഴ്സിൻ്റെ കേസിൽ ഒരു ടേൺ പ്രതീക്ഷിക്കാം. അതായത് റെട്രോസ്പെക്റ്റീവ്ലി അപ്ലൈ ചെയ്യുന്ന പരിപാടി ഒരു പക്ഷേ ഉണ്ടായി എന്ന് വരില്ല. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആൻറ്റി ബേർണന് എതിർപ്പുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി പുതിയതായിട്ട് വിസ എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു നിയമം അപ്ലിക്കബിൾ ആവുക എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. പിന്നെ ആൻറ്റി ബേർണൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. ഏകദേശം 5 ബില്യൺ പൗണ്ട്സോളം ഇവിടെ റെഫ്യൂജീസ് ഇമിഗ്രൻസിന് ഇല്ലീഗൽ ഇമിഗ്രൻസിന് അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇമിഗ്രേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 5 ബില്യൺ പൗണ്ട്സ്. അത് കട്ട് ചെയ്ത് ആൻറ്റി ബേർണൻ അത് നേരെ ആർമിക്ക്, ഇവിടുത്തെ മിലിറ്ററിക്ക്, മിലിറ്ററിക്ക് വേണ്ടി ആ 5 ബില്യൺ കൊടുത്തു എന്ന് പറയുമ്പോൾ ഏകദേശം വളരെ ക്ലിയറായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഇല്ലീഗൽ ഇമിഗ്രേഷന് അവരൊരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ വരുന്ന റെഫ്യൂജീസിന് കടലിൽ കടന്നു വരുന്നവർക്കും നീന്തിക്കടന്നു വരുന്നവർക്കും ഇനി വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഷബാന മഹമ്മൂദ് പുതിയൊരു പ്രപ്പോസൽ കൂടി കൊടുത്തു. അതായത് ഈ റെഫ്യൂജീസിന് ലീഗൽ റൂട്ട്, അതായത് ഇവിടുത്തെ കമ്മ്യൂണിറ്റികൾക്ക്, അതേപോലെ തന്നെ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസിന് റെഫ്യൂജീസിനെ ലീഗലായിട്ട് ഹയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാം റീൽ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഞാനിപ്പോൾ ഈ ഇടയിൽ കുറച്ച് ബർത്ത്ഡേ പരിപാടി പിന്നെ കുറച്ച് ഫംഗ്ഷൻസ് പരിപാടിയായിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അന്ന് ഇവിടെ ചെയ്യാൻ വിട്ടുപോയതായി. രണ്ട് മൂന്ന് ദിവസമായി ഈ ന്യൂസ് വന്നിട്ട്. അപ്പോൾ ഷബാന മഹമ്മൂദ് റെഫ്യൂജീസിനെ കയറി വാടാ മക്കളെ എന്നുള്ള രീതിയിൽ ഒരു പുതിയ പ്രപ്പോസൽ കൊണ്ടുവന്നു. അതായത് അതിലും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് കടന്നു വരുന്നത് തടയുക, ആവശ്യമുള്ള റെഫ്യൂജീസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനകത്ത് അവർ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് അതിലും നമുക്ക് എതിർപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 15, 20, 30 ലക്ഷം 40 ലക്ഷം രൂപ എടുത്ത് ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഒക്കെ എടുക്കാൻ വന്ന സ്റ്റുഡൻസിന് ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്ന് കഴുത്ത് മുറുകെ കൊല്ലാൻ നിൽക്കുകയാണ്. ഒരാൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കമ്പനിക്ക് ഒരാളെ ഹയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും 48,000, 55,000 രൂപ, 55,000 പൗണ്ട് സാലറി കൊടുക്കണം. ഓക്കെ, എങ്ങനെ സാധിക്കാനാണ്? എങ്ങനെ നടക്കാനാണിത്? വൺ ടാസ്ക്കാണ്. ഇപ്പോൾ നമ്മൾ കമ്പനി തുടങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് സ്റ്റാഫിനെ എടുക്കണമെങ്കിൽ ഇത്രയും പാടാണ്. ഷെഫിന് എടുക്കാൻ പറ്റുന്നില്ല, മറ്റ് പല ജോബുകൾ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇമിഗ്രേഷൻ ചൂഷണം തടയാൻ വേണ്ടി ലീഗൽ ഇമിഗ്രേഷൻ്റെ തലയിലേക്ക് കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചു. ഇല്ലീഗൽ ഇമിഗ്രേഷൻ അപ്പോഴും ഓപ്പണാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ റൂട്ട് വേറെ. ഓക്കെ, അതിൻ്റെ ഇടയിൽ മറ്റൊരു ഗുഡ് ന്യൂസ് കേൾക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അതായത് ഷബാന മഹമ്മൂദിൻ്റെ പുതിയ ബില്ല് അനുസരിച്ചിട്ട് അസൈലം സീക്കേഴ്സ് ടു റീപേ 10,000 pound അണ്ടർ ന്യൂ ബിൽ എന്നാണ് പറയുന്നത്. അതായത് ഹോം സെക്രട്ടറി ഹാസ് അനൗൺസ്ഡ് ദാറ്റ് അസൈലം സീക്കേഴ്സ് വിൽ ബി മേഡ് ടു പേ അപ് ടു 10,000 pound ടുവേർഡ് ദ കോസ്റ്റ് ഓഫ് ദെയർ അക്കോമഡേഷൻ വൺസ് ദേ സ്റ്റാർട്ടഡ് ഏണിങ്. ഓക്കെ, അതായത് ഇവിടെ അസൈലം സീക്കേഴ്സ് വന്നിട്ട് ഇവിടെ അവർക്ക് ജോബ് കിട്ടി ഇല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻ കൊടുത്ത പൈസയൊക്കെ തിരിച്ചടക്കണം. നല്ല റൂളാണ്. പക്ഷേ ഇവിടെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസൈലം സീക്കേഴ്സ് ആവട്ടെ ഇല്ലെങ്കിൽ മറ്റ് ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആവട്ടെ, ഇവരൊക്കെ
ക്യാഷ് ഇൻ ഹാൻഡ് മേടിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് തന്നെയല്ലേ കാണാൻ പോകുന്നത്, അല്ലേ? അതെങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യുക? ഷബാന മുഹമ്മദ് സെഡ് ദ മസ്റ്റ് പേ ഓഫ് ദ ഫുൾ എമൗണ്ട് ബിഫോർ ദേ ക്യാൻ എലിജിബിൾ ഫോർ സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ്. അതായത് അവർ ഒരു 10-15 വർഷം കഴിഞ്ഞ് പി ആർ എടുക്കുന്നതിന് മുമ്പ് ഈ 10,000 എമൗണ്ട് സെറ്റിൽ ചെയ്യാതെ ഇനി പി ആർ കിട്ടില്ല. അതും വലിയൊരു കാര്യമാണ് കേട്ടോ. എലിജിബിൾ അഡ്വൽറ്റ്സ് വിൽ ലൈക്ലി പേ ഓഫ് ആൻ എമൗണ്ട് ഈച്ച് മന്ത് എബോവ് ദ സ്റ്റേറ്റ് ത്രഷോൾഡ് സിമിലർ ടു സ്റ്റുഡൻറ്റ് ലോൺ. അത് പൊളിച്ച് ഞാനിപ്പോഴാണ് ന്യൂസ് വായിക്കുന്നത്, ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നു. കൊള്ളാവുന്ന കാര്യമാണ്. അതായത് പണ്ടൊക്കെ ചുമ്മാ ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ ഫണ്ടും മേടിച്ച് കുറേ ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അവർക്കൊക്കെ ഇരുട്ടടി ഇല്ലെങ്കിൽ 8ൻ്റെ പണി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നതും ഫുഡിന് കൊടുക്കുന്ന പൈസ അവർ പി ആർ എടുക്കുക ഇവിടെ സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ചടയ്ക്കണം. ഇല്ലെങ്കിൽ എവരി മന്ത് സ്റ്റുഡൻറ്റ് ലോൺ പോലെ ഈ ഫണ്ട് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇതിന് ഒരുപാട് പാർട്ടിക്കുള്ളിൽ പരിപാടി, ഇതൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ. മൈഗ്രൻ്റ് നീഡ് ടു സെറ്റിൽ സ്റ്റാറ്റർ ഓർ ഇൻഡിഫിനിറ്റ് ലീവ് ടു റിമൈൻ ടു ബി ഏബിൾ ടു പെർമനൻ്റ്ലി ലീവ് ആൻഡ് വർക്ക് ആൻഡ് സ്റ്റഡി ഇൻ ദ UK. അപ്പോൾ ഇതടച്ചാൽ മാത്രമാണ് ആ പരിപാടി നടക്കുകയുള്ളൂ എന്നും കൂടിയാണ് അറിയുന്നത്. അപ്പോൾ ഏകദേശം ആൻറ്റി ബേണിൻ്റെ വരവ് ഓക്കെ ഒരു തരത്തിൽ ഇല്ലീഗൽ ഇമിഗ്രേഷന് കടുത്ത ആഘാതമായിരിക്കും എന്നുള്ളതാണ്. ഇനി ലീഗൽ ഇമിഗ്രേഷൻ ഏതൊക്കെ തരത്തിൽ ആൻറ്റി ബേണൻ എന്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യം നമ്മൾ കണ്ട് തന്നെ അറിയണം കേട്ടോ. അതുമാത്രമല്ല കൂടുതൽ ഈ പറഞ്ഞ പോലെ സ്മാൾ ബോട്ട്സ് വരുന്നത് തടയപ്പെടും, അതും കൂടുതൽ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് പുതിയ വാഗ്ദാനങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ബേണൻ്റെ ILR പരിപാടിയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന പരിപാടി. ഓക്കെ, അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റി ബേണൻ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴാണ് ലേബർ ഗവൺമെൻറ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചിന്താശേഷിയിലേക്ക് വന്നത്. കാരണം ആദ്യമൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ഇമിഗ്രൻസിന് കൊടുക്കുന്ന ഒരു പരിഗണന പോലും ലീഗൽ ഇമിഗ്രൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ അത് പതിയെ വരുന്നു. ഇനി ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ കേസിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കറക്റ്റ് ആക്ഷൻ എടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള പഠിക്കാൻ 10-25 ലക്ഷം രൂപ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ എന്താ പറയുക, അവർക്ക് PR സിറ്റിസൺഷിപ്പോ കൊടുക്കണമെന്നല്ല, അവർക്ക് ഇവിടെ കൂടുതൽ നാൾ നിന്ന് അവരുടെ ആ ഡെപ്റ്റൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം അത് 2 ഇയർ കൊടുത്തു. പക്ഷേ അത് സഫീഷ്യൻ്റ് അല്ല. അത് PSW വെട്ടിക്കുറക്കുന്നതിന് പകരം കൂടുതലൊരു 2-3 ഇയേഴ്സിൻ്റെ ഒപ്പം വർക്ക് പെർമിറ്റ് പോലെ പരിപാടിയൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സ്റ്റുഡൻസിനും ഇവിടെയുള്ള സ്റ്റുഡൻസിനും ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് പോയ സ്റ്റുഡൻസിനും അതൊക്കെ വലിയ ഉപകാരമാവും എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പ്രപ്പോസൽ കൂടി ആൻറ്റി ബേണലിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സൈഡിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് നമ്മളും പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഉള്ള ട്രെൻഡ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെതിരെ വടിയെടുത്ത് ലേബർ സർക്കാർ ലീഗൽ ഇമിഗ്രൻസിനെ ഇനി എന്ത് ചെയ്യുമെന്ന് കാതോർത്തിരിക്കാം. ILRൻ്റെ കേസിൽ പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റുമായിട്ടാണ് ആൻറ്റി ബേണൻ വരുന്നതെന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. ഇനിവേ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ബൈ.